ഈ ഇവിടെ മലയാള സിനിമയിലുള്ള നടക്കുന്ന ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് ഇവിടെ നമ്മുടെ ആക്ടേഴ്സ് കുറേ സിനിമകൾ ചെയ്യുന്നുണ്ട്, എസ്റ്റാബ്ലിഷ് ആയിട്ട് പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ റിയലി ഈ ഇൻഡസ്ട്രി നിലനിൽക്കുന്ന ഈ വെളിയിൽ നിന്ന് വരുന്ന പ്രൊഡ്യൂസേഴ്സ് അവർ ഒരു സിനിമ ചെയ്യാൻ വരുന്ന ആളായാൽ പോലും ലെറ്റ് ദം കം ആൻഡ് ഇൻവെസ്റ്റ്. ബിക്കോസ് പലരും എൻ്റെ അടുത്ത് ഇവൻ്റെ അടുത്തൊക്കെ വരുന്ന ആൾക്കാരുണ്ട്, അവരൊരു 10 to 15 years വെളിയിൽ പോയിട്ട് നല്ല പൈസ ഉണ്ടാക്കിയിട്ട് ഒരു 2 or 3 മാസത്തെ അവരുടെ വരുമാനം ലെറ്റസ് ഡു എ ഫിലിം എന്ന് പറഞ്ഞ് വരുന്ന ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ചോദിക്കാറുണ്ട്, നീയും ഉറപ്പായിട്ടും ചോദിക്കുന്നുണ്ടാവും. ചില കഥകൾ കേൾക്കുമ്പം ഞാൻ പറയും, മോനെ ഇത് ഓടില്ല, കുഴപ്പമുണ്ടോ? ഇല്ല ഏട്ടാ, ആ പടം ചെയ്യണം, ഞങ്ങൾക്കത് പടം ചെയ്യണം. എത്രയാണ് പോകുന്നത്? 2-2.5 കോടി മാക്സിമം പോയാൽ ഇത്രയല്ലേ പോകുള്ളൂ. ദാറ്റ് ഈസ് ഞങ്ങളുടെ US എന്നൊക്കെ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരൊക്കെ 3 മാസം ഞങ്ങളുടെ പെട്രോൾ പമ്പിൽ നിന്ന് കിട്ടുന്ന പൈസ ആവുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് ഒരു ലെഗസി ഉണ്ടാക്കണം, പ്രൊഡ്യൂസ്ഡ് ബൈ എൻ്റെ മോനും കൊച്ചുമോനും എന്നെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പം അല്ലെങ്കിൽ കൊച്ചാപ്പ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ് എന്ന് പറയാൻ വേണ്ടി വരുന്ന ഒരു വലിയ സംഖ്യയുണ്ട്. ഇപ്പം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിലേക്ക് അവർ വരാൻ മടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് വന്നു. ഇത് നമ്മുടെ ഇൻഡസ്ട്രിയെ, ഇവിടെ വന്ന് ഇത്രയും ആൾക്കാർ വരുന്ന ഇൻഡസ്ട്രിയെ വളർത്തുകയേ ചെയ്യുള്ളൂ. അല്ലാതെ ആ സിനിമകൾ ഓടാതെ പോകുന്നതുകൊണ്ട് ഈ ഇൻഡസ്ട്രിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവർ ദേ ആർ റെഡി ഫോർ ദാറ്റ്. അപ്പൊ ഈ 2.5 കോടിയോ 3 കോടിയോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നീ ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേരാണ് ആ ടൈമിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു 100 പേരാണ് ഒരു വർഷം വരുന്നത്. ആ 100 പേര് ഇപ്പൊ 20 പേരായി. ഇത് വെളിയിൽ നിൽക്കുന്ന ആൾക്കറിയില്ല. അപ്പൊ ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാലേ എല്ലാവർക്കും, ഇപ്പം ഞങ്ങൾ ആക്ടേഴ്സിന് മാത്രമല്ല, ഈ പറയുന്ന 100 ഫാമിലീസ് ഒരു മാസം തള്ളി നീക്കുന്നത് ഇത്തരം പ്രൊഡ്യൂസേഴ്സ് ഉള്ളതുകൊണ്ടാണ്. സോ ലെറ്റ് us welcome those producers.